മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന്റെ പ്രസ്താവന അതീവ സ്വാഗതാർഹവും പ്രത്യാശ നൽകുന്നതുമാണ് എന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനറൽ കോഓർഡിനേറ്റർ സാബു ജോസ് പ്രസ്താവിച്ചു. തമിഴ്നാടുമായി ചർച്ച നടത്തി ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ അഭിപ്രായ സമന്വയത്തിലൂടെ പുതിയ ഡാം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്ന മന്ത്രിയുടെ നിലപാട് പ്രായോഗികവും ദൂരക്കാഴ്ചയുമുള്ളതുമാണ്. ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയുള്ള ഈ സമീപനം അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സാബു ജോസ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം മുല്ലപ്പെരിയാറിൻ്റെ ജനറൽ കോർഡിനേറ്റർ, മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ ജനറൽ കോർഡിനേറ്ററാണ് അദ്ദേഹം. സാബു ജോസ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡാം നിർമ്മിക്കണം, അതാണ് നല്ലത് എന്നാണോ ഇപ്പം മന്ത്രി പറഞ്ഞത്? അതിനോട് ആണോ താങ്കൾ അനുഭാവം പ്രകടിപ്പിക്കുന്നത്? അതോ ഡാമിൽ ജലനിരപ്പ് കുറച്ച് കൊണ്ടുവരണം, അങ്ങനെയുള്ള താല്പര്യമാണോ ഉള്ളത്? തമിഴ്നാട് സമ്മതിക്കുമോ? കാരണം തമിഴ്നാട് ഇതിനു മുൻപ് പുതിയ ഡാം നിർമ്മിക്കുന്നതിനെ അനുകൂലിച്ചിരുന്നില്ല. കാരണം പിന്നീട് വെള്ളം ഇപ്പോൾ ഉള്ളതുപോലെ ലഭിക്കുമോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. നമ്മുടെ പുതിയ UDF-ന്റെ ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് കടുത്തുരുത്തി MLA ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും കേരള കോൺഗ്രസിന്റെ PJ ജോസഫ് അടക്കമുള്ളവര് മുമ്പ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. PJ ജോസഫ് സാറാണ് എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് ജനശ്രദ്ധയെ ആകർഷിച്ച പാർട്ടിയുടെ മന്ത്രിയാണ് മോൻസ് ജോസഫ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തമിഴ്നാടുമായി ചർച്ച നടത്തി അഭിപ്രായ സമന്വയത്തിലൂടെ പുതിയ ഡാമിനെ കുറിച്ച് ചിന്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മള് പുതിയ ഡാം വേണം എന്നല്ല, മറിച്ച് ഈ വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുള്ള ഡാമിന്റെ വിഷയത്തിൽ കേരള സർക്കാരിന്റെ സജീവ ശ്രദ്ധ വരുന്നു എന്നതാണ് നമ്മൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തത്. പ്രായോഗികമായ ഒരു ദൂരക്കാഴ്ച, ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി അദ്ദേഹം തമിഴ്നാട് സർക്കാരുമായിട്ട് അടിയന്തര ചർച്ചകൾ മുഖ്യമന്ത്രിമാർ നടത്തി. കേന്ദ്ര ഗവൺമെന്റ് പിന്തുണയോടുകൂടി വളരെ വ്യക്തമായ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ തന്നെ 130 വർഷം കഴിഞ്ഞ ദുരന്ത ബാധിത മേഖലയാണെന്ന് അന്തർദേശീയ തലത്തിലുള്ള എല്ലാ ദേശീയ തലത്തിലുള്ള ഏജൻസികളും റിപ്പോർട്ട് ചെയ്ത ഡാം തകർന്നാൽ വലിയ ദുരന്തമാകുമെന്നുള്ള ഭയത്തിലാണ് നമുക്കുള്ളത്. കേരളത്തില് UDF-ഉം LDF-ഉം ഒക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവര് വളരെ ശക്തമായ സമരം, വലിയ സമരങ്ങൾ നടത്താനും നിരാഹാരം, ഈ മോൻസ് ജോസഫ് 12 ദിവസം നിരാഹാരം കിടന്നതാണ് ചപ്പാത്തില്. അപ്പൊ ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നു, ഭരണപക്ഷത്തിരിക്കുമ്പോൾ മൗനം പാലിക്കും ചെയ്യുന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഈ ആശങ്ക ഉയരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മഴക്കാലമാണ്, അപ്പൊ അദ്ദേഹം സർക്കാരിന്റെ ഒരു അടിയന്തര ശ്രദ്ധയും അവരുടെ ഉത്തരവാദിത്വത്തിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്ന കാഴ്ചപ്പാടാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയിലെ വിവിധ സംഘടനകൾ ഒരുമിച്ചുള്ള വലിയ മുന്നേറ്റമാണ് 7-6 ജില്ലകളിലെ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ജനകീയ പ്രസ്ഥാനങ്ങളും വിദഗ്ധരും ഉന്നയിക്കുന്ന കാര്യമാണ്. അപ്പൊ മറ്റൊരു ഡാം പണിയണമെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഇപ്പോഴുള്ള ഡാം തന്നെ പ്രശ്നമായിരിക്കെ പാരിസ്ഥിതിക പഠനങ്ങൾ നടത്തിയാൽ എളുപ്പമല്ല മറ്റൊരു ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി പറയുന്ന പരിസ്ഥിതി പഠനവും രാജ്യാന്തര പരിശോധനയും അനിവാര്യമാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഗവൺമെന്റ് ശ്രദ്ധ അടുത്ത നടപടിയിലേക്ക് പോകാവുള്ളൂ. കാരണം പരിസ്ഥിതി ആഘാത മേഖലയാണത്. അതുകൊണ്ട് അന്തർദേശീയ പ്രമുഖർ ഉൾക്കൊള്ളുന്ന ഒരു സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകൾ, അത്യാധുനിക ജിയോളജിക്കൽ സർവേ എന്നിവ പഠനവും പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ വേണം ആ പുതിയ ഡാം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടുവരാൻ. എന്നാൽ നിലവിലുള്ള ഡാം പണ്ടേ അപകടം, 130 വർഷം കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതൽ ആയുസ്സില്ലാത്ത ഈ ഡാം കേരളത്തിലെ 6 ജില്ല, നമുക്കറിയാം ഏതൊക്കെ ജില്ലകളാണ്? ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, പത്തനംതിട്ട, ഈ 6 ജില്ലയിലെ 50 ലക്ഷം പേര് ഇത് തകർന്നാൽ മുങ്ങിപ്പോകും, നശിച്ചുപോകും. ലോകത്തെ ധാരാളം ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള മനുഷ്യരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണ്. തമിഴ്നാട്ടിലുള്ള മനുഷ്യരുടെ കുടിവെള്ളമോ ജലസേചനത്തിന്റെയോ പ്രശ്നമാണ്. അതുകൊണ്ട് ജീവന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി കേരള ഗവൺമെന്റ് ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്താതെ പോകുന്നു. കേരളത്തിൻ്റെതാണ് ഭൂമി, കരാറിൽ പ്രശ്നമുണ്ട്, 1999 വീണ്ടും ആവർത്തിക്കുക. അത് എല്ലാ അർത്ഥത്തിലും കേരളത്തിനെ
അപമാനമാകുന്ന തരത്തിലാണ് കേസുകൾ നടത്തുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. തമിഴ്നാട് ഇതിന്റെ അപ്രമാദിത്വമുള്ളതുപോലെ പ്രവർത്തിക്കുകയും അവരുടെ രഹസ്യ ഫണ്ടുകൾ പോലും അവര് ഇത്തരം പ്രവർത്തന ഏകോപനത്തിനും തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വിനിയോഗിക്കുന്നുവെന്ന് കേൾക്കുന്നു. അത് നമുക്കറിയില്ല. എന്തായാലും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും ഈ 6 ജില്ലയിലെ 50 ലക്ഷം പേര് വെള്ളത്തിൽ ജലബോംബിൽ മുങ്ങി നശിക്കാതിരിക്കാൻ അവർ ഒരുമിക്കണം. മാത്രമല്ല കേന്ദ്ര 2 സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണിത്. അതുകൊണ്ട് അവിടെ ഇവിടെയും പറഞ്ഞ് സൂത്രത്തിൽ മാറി നിൽക്കാതെ കേന്ദ്ര ഗവൺമെന്റുമായി കേരള ഗവൺമെന്റ് ഇടപെടണം, തമിഴ്നാടിനെ വിളിച്ചുകൂട്ടണം. അവന്റെ ഗൗരവമായ ചർച്ചകളും ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾക്ക് ശ്രീ മോൻസ് ജോസഫ്, വി.ഡി. സതീശൻ ഗവൺമെന്റും മുന്നോട്ട് വരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയിലെ വിവിധ പ്രസ്ഥാനങ്ങൾക്കും സംയുക്തമായി ഉള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള നിവേദനങ്ങൾ നമ്മൾ ഒരു വലിയ സമിതി മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ഞങ്ങൾ കേന്ദ്ര പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും നൽകിയിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ മെത്രാൻമാർ, SCBC തലത്തില് സിറോ മലബാർ സഭ സിനഡ് ഒക്കെ പ്രത്യേക നിവേദനങ്ങൾ നൽകിയതും വിവിധ മതസമൂഹങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇടപെടുന്നതും നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. പക്ഷേ പ്രശ്നം പരിഹരിക്കാതെ ആ പ്രശ്നം നിലനിർത്തി അതിന്റെ പേരില് എന്താ പറയാ ഒരു ഇമേജ് സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ട്. നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചപ്പാത്തിലെ സമരത്തിന് പോയി ലൈവ് കൊടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് അവർ താഴോട്ട് ഇറങ്ങി. അത് എന്തുകൊണ്ട് ഇറങ്ങിയെന്നും ആ പ്രശ്നം പരിഹരിച്ചില്ല എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഇപ്പോഴത്തെ മന്ത്രി മോൻസ് ജോസഫ് വളരെ താല്പര്യമെടുത്ത് തന്നെ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നേതൃത്വം നമ്മുടെ പുതിയ ഗവൺമെന്റ് അക്കാര്യത്തിൽ താല്പര്യം എടുക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ താല്പര്യത്തോടെയും ബഹുമാനത്തോടെയും കാണുകയാണ്. പക്ഷേ മറ്റൊരു ഡാം നിർമ്മിക്കാം എന്ന് പറഞ്ഞ് ആ ഡാമിന് ഇപ്പോൾ എത്രയോ കോടികൾ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ വിദേശങ്ങളില് വൻകിട ഡാമുകൾക്ക് പകരമായി ചെറിയ ഡാമുകൾ നിർമ്മിക്കുന്ന രീതിയുണ്ട്. ആ അന്തർദേശീയ തലത്തിൽ ഈ 50 ലക്ഷം മനുഷ്യരുടെ കാര്യം, ഒരു സംസ്ഥാനം തന്നെ തകർന്നു പോകാൻ സാധ്യതയുള്ള കാര്യം ഗൗരവമായി എടുക്കണം. അതിന് നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രിമാര് ആദ്യം കാണിക്കുന്ന താല്പര്യം പിന്നീട് എടുക്കാത്തവരുണ്ട്. പേരുകൾ ഞാൻ പറയുന്നില്ല. മുൻ മന്ത്രിമാരുടെ കാര്യത്തില് എവിടെയോ അത് സ്റ്റക്കായി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നിന്ന് പോവുകയാണ്. പക്ഷേ ഇത് ഈ 6 ജില്ലകളിലെ മനുഷ്യര് ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ ഡാം ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയപ്പോൾ അത് പുതിയ ഡാം പോലെ ആയി എന്ന് തമിഴ്നാട് അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് പൊളിച്ച് പുതിയ ഡാം പണിയാൻ തമിഴ്നാട് സമ്മതിക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ? തികച്ചും തെറ്റാണ്. നമുക്കറിയാം, അതേക്കുറിച്ച് സമയമെടുക്കും, അതുകൊണ്ട് അത് പറയുന്നില്ല. വിവിധ തരത്തിൽ വെള്ളത്തിൽ താഴെയുള്ള പരിശോധന, സ്കാനിങ് ഉപകരണങ്ങൾ അനുസരിച്ച് നമുക്കറിയാം 130 വർഷം കഴിഞ്ഞ ഒരു ഡാം അവരെങ്ങനെ ആയുസ് കൊടുത്തു, ശക്തിപ്പെടുത്തി എന്നാ പറയുന്നില്ല. അവർ ഏകപക്ഷീയമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കാണാൻ അവസരം കൊടുക്കുന്നില്ല. ഇവിടുത്തെ മന്ത്രി പോലും കയറണമെങ്കിൽ അവരുടെ അനുവാദം വേണമെന്ന് പറയുന്നു. അവിടെ സുരക്ഷാന് പരസ്യമായിട്ട് ഇവിടെ പറയുന്നതിന് പരിമിതിയുണ്ട്. നമ്മുടെ രാജ്യത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി ആഘാതം ഒക്കെ ഉള്ള സാഹചര്യത്തില് ആ ഡാമിന്റെ ചുറ്റുപാടും സുരക്ഷിതത്വം പോലും CCTV പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടുത്തെ സുരക്ഷിതത്വത്തിൽ പോലും നമുക്ക് ആശങ്കയുണ്ട്. അപ്പൊ ഏകപക്ഷീയമായി തമിഴ്നാട് സർക്കാർ ഒരു കുത്തക പോലെ ഒരു ജലബോംബ് ഇരിക്കുന്ന ഒരു സാഹചര്യത്തെ അതിനെ കൈകാര്യം ചെയ്യുവാൻ ആ സർക്കാരിലെ അവിടുത്തെ തമിഴ്നാട് അവരുടെ ആ തേനി മേഖലയിലെ കർഷകർക്ക് വേണ്ടി വെള്ളം വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായമാണിത്. അതേക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾക്ക് അവർ വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. എംപിമാരെ, പാർട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. കേരളത്തിലുള്ള വലിയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പരിമിതി പറയുകയാണ് പലതും. അത് നമ്മൾ പരസ്യമായിട്ട് ഇവിടെ അതിന്റെ തെളിവുകൾ അങ്ങ് പറയാതെ തന്നെ പലരും അത് പറയുന്നുണ്ട്. ഇതുപോലുള്ള സ്വാധീനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും MLA-മാർ MP-മാരിലൊക്കെ സ്വാധീനം ചെലുത്തി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ തമിഴ്നാടിന് ധാരാളം പണം ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. അതിന്റെ ഒരു വിഹിതം മറ്റു പലർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ പലരും ഉയർത്തുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ഇനത്തിൽ കിട്ടേണ്ട തുക നമുക്ക് വർഷങ്ങളായിട്ട് കുടിശ്ശിക വരുന്നു. ഇത് മാത്രമല്ല, ആ തമിഴ്നാട് ചേർന്ന് ഓരോ MP-മാരെ വീതം വെച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഇടതു വലത് മുന്നണികളിലെ ആൾക്കാർക്ക് പതിച്ചു കൊടുത്തിരിക്കുകയാണ് MP സ്ഥാനങ്ങൾ. അപ്പൊ ഇതിലൂടെ ഇടപെടാൻ പറ്റുന്നത് നിയമവശമുണ്ട്, ശാസ്ത്രീയ പഠനം വേണം,
ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ഡാം കൗൺസിലൊക്കെ ആരുടെ കീഴിലാണ്? കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ്. കോടതി കേസ് കൊടുക്കുന്ന പ്രമുഖരായ ധാരാളം നല്ല മനുഷ്യരുണ്ട്. കേസുകളുടെ കോടതി നീണ്ടുപോകുന്നു. ഒരു കാര്യം, തമിഴ്നാട് സർക്കാരിന്റെ കോടതിയിലെ വാദിക്കുന്നവരും അവരുടെ ഓഫീസും പ്രവർത്തനങ്ങളും കണ്ടാൽ നമ്മൾ കേരളത്തിലെ ശുഷ്കമാണ്. മുന്നണി മാറുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വക്കീലിനെ വെക്കും, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇരിക്കും. അല്ലാതെ കേരളത്തിന്റെ താല്പര്യങ്ങളെ വെച്ചുകൊണ്ടും കേരളത്തിന്റെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടും ആ ഭൂമിയുടെ പാട്ടക്കരാറിനെ കുറിച്ച് പറയാനോ ഇതിനു വേണ്ടി വാദിക്കുവാൻ ഓരോ സർക്കാരും വരുമ്പോ അവരുടെ വായ അടപ്പിക്കുവാൻ തമിഴ്നാട് സർക്കാരിന് എങ്ങനെയോ കഴിയുന്നുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ആദരണീയനായ മോൻസ് ജോസഫ്, അദ്ദേഹത്തിന്റെ പാർട്ടി ചെയർമാൻ തന്നെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് എന്ത് ജീവനുണ്ട് എന്തും സംഭവിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ തുടർന്നാണ് ചാനലുകൾ അവിടെ വരുന്നു, വലിയ സമരങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിന്റെ മരുമകൻ തന്നെ ഡോക്ടർ ജോ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിന് വലിയ വിധി വന്നിട്ടുണ്ട്. നിരവധി കേസുകൾ പലരും കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ കോടതിയുടെ മുമ്പിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ, ആവശ്യങ്ങൾ, ജീവന്റെ പ്രശ്നം അവതരിപ്പിക്കുവാൻ കേരള സർക്കാരിന് കഴിയാതെ പോകുന്നു എന്ന വസ്തുത കേസ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആ വീഴ്ച പരിഹരിക്കുവാനായി ഈ ജില്ലകളിലെ സാമൂഹ്യ പ്രവർത്തകര്, രാഷ്ട്രീയ പ്രവർത്തകര്, ധാർമ്മിക ബോധമുള്ളവര് മാത്രമല്ലെന്നേ, ഇവിടെ ആൾക്കാർ താമസം വീട് സ്ഥലം വിറ്റു പോവുകയാണ്. ചപ്പാത്ത് പരിസരത്ത് ഒരിക്കൽ ഞാൻ ചെന്നപ്പം രാവിലെ ഞങ്ങൾ എഴുന്നേൽക്കുമോ എന്ന് അറിയില്ല എന്ന അവസാനത്തെ ഇനി ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുമോ എന്ന് അറിയില്ലെന്ന് പറയുന്ന പോലെ നാളെ രാവിലെ നമ്മൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് സങ്കടപ്പെട്ട് മഴക്കാലത്ത് കടന്നുറങ്ങുന്നവരാണ് ഈ ഡാമിന്റെ ആ പരിസരത്തുള്ളവര്. ഓർക്കുക, ആ ഡാം തകർന്നു കഴിഞ്ഞാൽ കൊച്ചി അടക്കമുള്ളവരിലേക്ക് ഇങ്ങനെ അതിവേഗം പകർന്ന് തരിപ്പണമാകുമെന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ ഷെക്കീനെ സംഘടിപ്പിക്കണം. തുടർന്ന് നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി വാദിക്കുന്നത് ജീവന്റെ പ്രശ്നമാണ്, മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ 5 വർഷവും ഒരുപക്ഷെ ഈ ചർച്ചകൾ ഡാം പൊളിക്കണോ പുതിയത് പണിയണോ എന്നുള്ള ചർച്ചകൾ തുടർന്നു പോകാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതുപോലെ വലിയ സമരങ്ങൾ നടന്നു, കോടതി വിധികൾ ഉണ്ടായി, പലരും ചർച്ചകൾ നടത്തി, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതാണ്. പക്ഷേ ഇന്നും ഡാം അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു മനുഷ്യനെ പോലും അതിനുള്ളിൽ കയറ്റാൻ ഇന്നും തമിഴ്നാട് സമ്മതിക്കാത്ത അവസ്ഥയുണ്ട്. ഇനിയുള്ള 5 വർഷവും ഈ ചർച്ച കൊണ്ട് മാത്രം കടന്നു പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമ്മളും ആശ്വസിക്കുന്നത്.